കുടുംബത്തിന്റെ നടുവിൽ നിന്നാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ഇവിടുന്ന് കിട്ടുന്ന ഓരോ അപമാനത്തെയും എന്റെ നല്ല ജീവിതത്തിനുള്ള ചവിട്ടുപടിയായി ഞാൻ കാണും. എനിക്ക് ഈ ജോലി വേണം മാഡം. പൂർണ്ണ മനസ്സോടെ ആത്മാർത്ഥതയോടെ തന്നെ ഞാനത് ചെയ്യും. എത്ര ദിവസം നമ്മളിങ്ങനെ എന്നും ഗൗതം സാറിനെ അന്വേഷിച്ചിറങ്ങും പാർവതിയമ്മേ. രാവിലെ മുതൽ വൈകുന്നേരം വരെ റോഡിൽ കൂടി വണ്ടി ഓടിച്ചെന്ന് കരുതി സാറിനെ കണ്ടെത്താൻ പറ്റും തോന്നുന്നുണ്ടോ? വേറെ വഴിയില്ലല്ലോ. എന്റെ മോനെ കണ്ടെത്തുന്നത് വരെ ഞാനിങ്ങനെ അലഞ്ഞുകൊണ്ടേയിരിക്കും. അയ്യോ, നിർത്ത് നിർത്ത് നിർത്ത്. മോനെ, ഗൗതം, മോനെ. അമ്മേ, മോനെ, ഗൗതം. എന്റെ മോനെ എനിക്ക് കണ്ണി കാണിച്ചു തന്നല്ലോ ദൈവം. മോനെ, മോനെ, നീ സുഖമായിട്ടിരിക്കുന്നോ? സുഖാണ്. അമ്മയ്ക്ക് സുഖാണോ? എന്റെ മോനില്ലാതെ എനിക്ക് സന്തോഷമായിട്ട് സുഖമായിട്ടിരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഓരോ നിമിഷവും നേറിയ ഞാൻ മുന്നോട്ട് പോകുന്നത്. അത് നിനക്കറിയാവുന്നതല്ലേ? എന്നിട്ടും നീ എന്നെ വിട്ടിട്ട് പോയില്ലേ? എന്താ മോനിത്? നീ എവിടെ പോയിട്ട് വരിക? അലഞ്ഞു തിരിഞ്ഞ് ആകെ വാടിയല്ലോ മോനെ. ഇത് എവിടെ പോയതാ? നീ പറ. വാ, വീട്ടിലേക്ക് പോകാം. വാ. ഏയ്, ഒരു പുതിയ ബിസിനസ് തുടങ്ങാനായി ഒരു ലോണിന്റെ കാര്യത്തിന് ബാങ്ക് വരെ പോയതാ. പക്ഷെ നടന്നില്ല. എന്തോ നട നീ പറയുന്നത്? നീ ഒരു ബിസിനസ് തുടങ്ങുന്നു എന്നറിഞ്ഞ നിനക്ക് ലോൺ തരാൻ ബാങ്കുകൾ മത്സരിക്കുന്നതല്ലേ? ആ നിനക്ക് ലോൺ തരില്ല എന്ന് പറയുന്ന അവസ്ഥ എത്തിയല്ലേ? മതി, ഇനി നീ ഇങ്ങനെ അലയണ്ട. വാ, നമുക്ക് വീട്ടിലേക്ക് പോകാം. വാ. വേണ്ട. ഞാൻ ഈശ്വരമംഗലത്തിന്റെ പടിയിറങ്ങിയത് അപ്പൊ തോന്നിയൊരു ആവേശത്തിലൊന്നുമല്ല. ഇനി ഒരിക്കലും അവിടേക്കൊരു തിരിച്ചുവരവ് എനിക്കുണ്ടാവില്ല. അയ്യോ, എടാ മോനെ, എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടേ. എടാ, അത് നിന്റെ വീടാ. ആ, വന്നേ വന്നേ അങ്ങോട്ട്. അമ്മ ചെല്ല്, ഞാൻ വരില്ല. എന്തിനാണ് ഇങ്ങനെ വാശി കാണിക്കുന്നത്? എന്നോട് കാണിക്കുന്ന സ്നേഹം സത്യമാണെങ്കിൽ നീ എന്റെ കൂടെ വരണം. എന്റെ സ്നേഹത്തിൽ കള്ളമുണ്ടെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ ഇല്ലെങ്കിൽ എന്റെ കൂടെ വരാനാ പറഞ്ഞത്. അമ്മയോടുള്ള എന്റെ സ്നേഹം വേറെ, ഈശ്വരമംഗലത്തേക്കുള്ള എന്റെ തിരിച്ചുവരവ് വേറെ. പറഞ്ഞില്ലേ, അങ്ങനെ ഒരു മടങ്ങിവരവ് ഞാൻ എന്റെ മനസ്സിൽ നിന്ന് പോലും മാച്ചു കളഞ്ഞു. അതിനുള്ള അർഹത എനിക്കില്ലമ്മേ. ഗോപിയേട്ടനെ നീ അച്ഛന്ന് വിളിക്കുന്നുണ്ടോ? എന്നെ നീ അമ്മന്ന് വിളിക്കുന്നുണ്ടോ? അതിനേക്കാൾ വലിയ യോഗ്യതയൊന്നും എന്റെ മോന് വേണ്ട. പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷേ എന്റെ മനസ്സ് ഈശ്വരമംഗലത്തേക്കുള്ള തിരിച്ചുവരവ് അനുവദിക്കില്ല. ഞാൻ ഈശ്വരമംഗലത്തില്ല എന്നുള്ള ദുഃഖം അമ്മയ്ക്ക് പതുക്കെ പതുക്കെ മാറിക്കൊള്ളും. പക്ഷെ ഞാൻ തിരിച്ചു വന്നാൽ അത് ഈ ജന്മം ഒരു തീരാ വേദനയായെന്നിരിക്കും. അമ്മയുടെ മുമ്പിൽ വെച്ച് ചുറ്റും നിൽക്കുന്നവർ അനാഥനെന്ന് വിളിച്ച് എന്നെ അപമാനിച്ചാൽ ഞാനിപ്പോൾ ഇല്ല എന്നതിനേക്കാൾ വലിയ വേദന അമ്മയ്ക്ക് തരുന്നത് അതായിരിക്കും. എന്നെ കൊല്ലാൻ നോക്കിയവരും കൊല്ലാൻ നടക്കുന്നവരുടെ കൂട്ടാളികളുമാണ്
ആ വീടിനകത്തുള്ളത്. മരണത്തെ ഭയന്നിട്ടല്ല, പക്ഷേ എനിക്ക് പറ്റില്ല. അവരുടെ മുഖം കണ്ട് അവിടെ ജീവിക്കാൻ കഴിയില്ലമ്മ എനിക്ക്. അമ്മ തിരിച്ചു പോകാൻ നോക്ക്. ഞാൻ നിന്നെ തിരഞ്ഞു മാത്രം അലഞ്ഞു നടക്കുന്നത് മുഴുവൻ. അമ്മ പറയുന്നത് ഒന്ന് കേൾക്ക്. വണ്ടി അവിടെ കിടക്കുന്നുണ്ട്, നമുക്കതിൽ പോകാം. വാ, നിധിയെ വിളിച്ചോണ്ട് പോകാം. വാ. ഞാൻ പറയുന്ന അമ്മ ആദ്യം കേക്ക്. വാ ഇങ്ങോട്ട് വാ. എടാ, നീയും കൂടെ കാറി കയറ്, നമുക്ക് ഒരുമിച്ച് പോകാം. മിണ്ടാതെ വന്നേ ഇങ്ങോട്ട് വാ. വാശി പിടിക്കരുത്, വേഗം കാറി കയറി വീട്ടിൽ പോകാൻ നോക്ക്. മോനെ, എന്താണ് ഇത്? അമ്മയുടെ സങ്കടം നീ ഒന്ന് മനസ്സിലാക്ക്. ഓട്ടോ. അയ്യോ മോനെ, നിക്ക്. ഗൗതം. നേരെ പോട്ടെ. മോനെ. അവൻ്റെ കാര്യം നീ എനിക്ക് വിട്ടേക്ക്. കുത്തിരി പിടിച്ച് കുത്തിഞ്ഞ് പണം വാങ്ങിക്കും. എന്നോട് കളിക്കാൻ നിൽക്കില്ല അവൻ. അതൊന്നും അവിടെ സബ്ജക്റ്റ് അല്ല, അത് വേറെ ഗ്യാങ്ങാ. ആ ശരി. ഗൗതം, എത്തിയോ? വരാൻ വൈകുമെന്ന് പറഞ്ഞിട്ട് നേരത്തെ എത്തിയോ? ഏയ് ഇല്ല, ഞാൻ ജസ്റ്റ് എത്തിയതേ ഉള്ളൂ. എന്താ മുഖത്തൊരു വാട്ടം?